ITI എന്ന് പറയുന്നത് 2 വർഷത്തെ കോഴ്സുകളാണ്. പോളിടെക്നിക് എന്ന് പറയുന്നത് 3 വർഷത്തെ കോഴ്സുകളാണ്. ഡിഗ്രി എന്ന് പറയുന്നത് 3ഓ 4ഓ അതിലധികമോ ഉള്ള കോഴ്സുകളാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് വെച്ചാൽ ITI എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് പ്യുവർലി ജോബ് ഓറിയൻറ്റഡ് ആണ്. ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് കണ്ടുവയ്ക്കാം. ആ ജോബിലേക്ക് ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് എന്തൊക്കെയാണോ, അതിൻ്റെ തിയറി ട്രെയിനിങ് ആയിക്കോട്ടെ, കോൺസെപ്റ്റ് ആയിക്കോട്ടെ, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെ ആയിക്കോട്ടെ, മെഷീനറിയിൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, അതായത് ഡയറക്റ്റായിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക, ആ വർക്ക്ഷോപ്പിൽ കുട്ടിക്ക് ഇതിനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, കറക്റ്റായിട്ട് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ട്രെയിനിങ് കൊടുക്കുക. ഒരു ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ എങ്ങനെ ആൾ ചെയ്യണം ആ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നതാണ് ITI ട്രെയിനിങ്. പോളിടെക്നിക് എന്ന് പറയുന്നത് ITIയുടെ ഒരു നെക്സ്റ്റ് ലെവലാണ്. അതായത് കുറച്ചുകൂടി തിയറിറ്റിക്കൽ, ഒരു കോൺസെപ്റ്റ്സ് കുറച്ചുകൂടി കൂടുതൽ വരും. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസറി റോളുകളിലേക്കാണ് പോളിടെക്നിക്സിൽ ട്രെയിനിങ് കിട്ടുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ടെക്നീഷ്യൻ ആണെങ്കിൽ പോലും ഒരു സൂപ്പർവൈസറി റോളുകളിലേക്കാണ് എപ്പോഴും പോളിടെക്നിക് പഠിച്ച ഒരാളെ നമ്മൾ കണ്ടുവെക്കുന്നത്. ഇനി ഡിഗ്രി എന്ന് പറയുന്നത് ഈ രണ്ടുമായിട്ടും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് പ്യുവർലി ഒരു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ് ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡിഗ്രി നമുക്ക് ഇംഗ്ലീഷ് എടുത്ത് പഠിക്കാം, ഡിഗ്രി നമുക്ക് സോഷ്യോളജി എടുത്ത് പഠിക്കാം, ഡിഗ്രി ബയോളജി എടുത്ത് പഠിക്കാം. എന്തിന് പഠിച്ചാലും ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ് ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം കുട്ടികൾക്ക് മനസ്സിലായാൽ മാത്രമേ ഏത് കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണം എന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അവർക്ക് ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ITI ആണ് പഠിക്കേണ്ടത്. നേരിട്ട് ജോലിയിൽ കയറാനും സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും ITIയിലാണ് കയറേണ്ടത്.